പക്ഷെ ഭയങ്കരമായിട്ട് വെള്ളം വന്ന് ശക്തി തട്ടുമ്പോൾ നമ്മളെല്ലാവരും കൈ കോർത്ത് പിടിച്ചിട്ടാണ് കടന്നു പോരുന്നത്. ഹലോ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? മഴയൊക്കെ എങ്ങനെയുണ്ട്? കുറേ സ്ഥലങ്ങൾ മഴയുടെ ഗതികളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്ന നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നുണ്ട്. എനിക്കൊക്കെ ഇവിടെ അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ വലിയ കുഴപ്പമൊന്നുമില്ല. മഴയുണ്ടെങ്കിലും മഴയുടേതായ ബുദ്ധിമുട്ടുകൾ, മറ്റ് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ എൻ്റെ വീടുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഇതുവരെയും കാണാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായത്. കാരണം ഉരുൾപൊട്ടലുകൾ, ചെറുതും വലുതുമായിട്ടുള്ള ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും ഒക്കെ ഉണ്ടായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ നാടൊക്കെ അങ്ങ് ഒറ്റപ്പെട്ടു പോയായിരുന്നു. ഇപ്പം ഏകദേശമൊക്കെ ശരിയായി വരുന്നു. വാർത്തകളിലെല്ലാം കാണുന്നു മറ്റുള്ള സ്ഥലങ്ങളിലുള്ള വെള്ളപ്പൊക്കവും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ അത് കാണുമ്പോൾ നമുക്കതെല്ലാം ഒരു വല്ലാത്ത വിഷമം തന്നെയാണ്. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനോ എത്തിപ്പെടാനോ പറ്റാത്ത ഇടങ്ങളിൽ എന്തായാലും ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. നമ്മളിതിലും വലിയ കാര്യങ്ങളൊക്കെ പ്രളയമൊക്കെ അതിജീവിച്ച് വന്നവരാണ്. ആ സമയങ്ങളിലെല്ലാം എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുണ്ടല്ലേ. മനസ്സുകൊണ്ടും സഹായം കൊണ്ടും ഒക്കെ എല്ലാവരും അങ്ങനെ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വിഷമത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. ഇനിയും നമ്മളിപ്പോഴും അങ്ങനെ തന്നെയാണല്ലേ. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ ഞാൻ എൻ്റെ സ്കൂളിൽ പോയ കാലമൊക്കെ ഓർക്കുമായിരുന്നു. ഞങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ഒരു വലിയ മഴയാണെങ്കിലും മഴക്കാലമാണെങ്കിൽ വലിയ മഴ വരാൻ സാധ്യതയുണ്ടെങ്കിലും ഞങ്ങൾക്കൊന്നും അറിയാനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്കിപ്പോൾ സ്കൂൾ അവധിയാണെന്ന് അറിയണമെങ്കിൽ ഒരു 6-7 കിലോമീറ്റർ നടന്ന് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഇന്ന് സ്കൂൾ അവധിയാണ്, നിങ്ങൾ വീട്ടിൽ പൊക്കോ എന്ന് പറയും. അപ്പം ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരേണ്ട അവസ്ഥയായിരുന്നു. ഇപ്പോൾ അതൊന്നും ആവശ്യമില്ല. എല്ലാം മുൻകൂട്ടി അറിയാനുള്ള, വീട്ടിൽ തന്നെ എല്ലാം അറിയാനുള്ള സാഹചര്യങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട്. ഞങ്ങളുടെ ഒരു 76 അല്ലെങ്കിൽ 75-86 ആ കാലയളവിലൊക്കെ ഞങ്ങൾ സ്കൂളിൽ പോയപ്പോൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇതൊക്കെ. ഞങ്ങൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാനൊക്കെ നടന്നു പോകുന്ന കാലമാണ്. ഞങ്ങൾക്കൊന്നും ബസ്സൊന്നുമില്ല. ഒരു 6.5-7 കിലോമീറ്ററോളം ഞങ്ങൾക്ക് വരും നടക്കാനുള്ള ദൂരം. അത് ഒരു വലിയ മല ഇറങ്ങി പിന്നെ ഒരു മല കയറി പിന്നെ കുറേ മലകളുടെ സൈഡ് വഴി ഇങ്ങനെ നടന്നു പോകണം. ടാറിങ് റോഡ് കൂടി പോയാൽ ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉണ്ടാവുകയുള്ളൂ. ടാറിങ് റോഡിലെത്തുന്നത് വരെ റോഡ് കാണും. അത് കല്ലും കൂട്ടമായിട്ടുള്ള റോഡുകളാണ്. അങ്ങനെയുള്ള വഴി കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു 6 തോടുണ്ട് ഞങ്ങൾക്ക്, ചെറുതും വലുതുമായിട്ട് 6 തോട്. അത് കുത്തനെ മലയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഒഴുകി കുത്തനെ വരുന്ന തോടാണ്. എന്നിട്ട് റോഡിലൂടെ പതിച്ച് താഴോട്ട് വീണ്ടും ഒഴുകി പോകുന്നത്. അപ്പോൾ അത് വീതി കൂടിയതും വീതി കുറഞ്ഞതും ഉണ്ട്. പക്ഷേ എത്ര വീതി കുറഞ്ഞതാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ ശക്തിയിലാണ്. അപ്പോൾ നമുക്കവിടെ പാലം ഒന്നുമില്ല. ഈ പറയുന്ന ഒരു 5-6 തോടിനും പാലമൊന്നുമില്ല. പിന്നെ എനിക്ക് തന്നെ കടന്നു പോകേണ്ട ഒരു തോടുണ്ട്. അതും കുറച്ച് വീതിയുണ്ട്, ആഴമുണ്ട്. അതിന് മാത്രം പാലമുണ്ട്. അത് കയ്യൂരിയൊക്കെ വെച്ചിട്ടുള്ള പാലം. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ തന്നെ കടന്നു പോകുക. അവിടെ എങ്ങും ഒരുപാട് വീടുകളൊന്നുമില്ല. കുറേ പിള്ളേരുണ്ടാവും, ഒരു 10-20 പിള്ളേർ ഒക്കെ ആ വഴി പോകാനുണ്ട്. എല്ലാവരും ഒന്നിച്ചൊന്നും ആയിരിക്കില്ല. ഞങ്ങൾ കുറച്ച് പെൺപിള്ളേർ ഒരുമിച്ചായിരിക്കും എപ്പോഴും വരിക. ഞങ്ങൾ കൈ കോർത്ത് പിടിച്ച് അതിലേക്കൂടെ കടന്നു പോകും. പക്ഷെ വലിയവരും ആരും ഉണ്ടാവില്ല. ഞങ്ങൾ സ്കൂളിൽ പോകുന്ന കുറച്ച് ആ പ്രായക്കാർ, 5 മുതൽ 10 വരെ ഒരു സ്കൂളിലായിരുന്നു. അപ്പോൾ ആ പ്രായ പരിധിയിലുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ ഒക്കെ ഈ പിള്ളേരെയൊക്കെ അങ്ങനെ വിടത്തില്ലല്ലോ. അന്ന് വിടാതെ വേറെ വഴിയൊന്നുമില്ല. സാഹചര്യം അങ്ങനെയാണ് കടന്നു പോകുന്നത്. ഞങ്ങൾക്കൊന്നും ഒരിക്കലും അങ്ങനെ വെള്ളം തട്ടി ഞങ്ങളെ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ പോയിട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ, അപകടം പറ്റിയിട്ടുള്ളത്. ഞങ്ങൾ പിന്നെ ഈ വലിയ മഴ, വലിയ കാറും കോളും വന്ന് മഴ പെയ്യാനുള്ള ഒരു സംവിധാനമൊക്കെ കാണുമ്പോഴത്തേക്കും ഞങ്ങൾ സ്കൂളിൽ നിന്ന്, അതിപ്പോൾ 2 മണിക്കാണേലും 3 മണിക്കാണേലും ഞങ്ങൾ ദൂരത്തോട്ടുള്ള, പ്രത്യേകിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരേണ്ട വഴികളെല്ലാം അവർക്കറിയാം, അധ്യാപകർക്കറിയാം. അപ്പോൾ ഞങ്ങൾ അത്രയും ദൂരത്തേക്ക് വരേണ്ട ഞങ്ങളെല്ലാം ഇങ്ങനെ കാറും കോളും കയറി വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് വിടും. വേഗം പൊക്കോളാൻ പറയും. അപ്പം നമ്മൾ അവിടെ നിന്ന് ഓടിപ്പാഞ്ഞ് എത്തുമ്പോഴത്തേനും തന്നെ മഴ പെയ്തിരിക്കും. ഇത്രയും ദൂരം വരണ്ടേ. മഴ പെയ്ത് ഇനിയിപ്പോൾ 1-2 തോടുകൾ ഞങ്ങൾക്ക് വെള്ളം വരാതെ പോയാൽ പോലും പിന്നെയുള്ള തോടുകളിൽ വെള്ളം എത്തിയിരിക്കും. അതിലെയൊക്കെ കടന്നു പോകുന്നതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പം ഒരു അപകടമൊന്നും പറ്റാതെ കടന്നു പോകുന്നതൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോന്നു. ഇപ്പം ആലോചിക്കുമ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെയുള്ള അതിൻ്റെയൊക്കെ ഗൗരവം മനസ്സിലാക്കുന്നത് കേട്ടോ. അന്നൊന്നും നമുക്കതൊന്നും ഒരു വിഷയമല്ല. ഞങ്ങൾ വലിയ തുള്ളി കളിച്ച് അതിനകത്തൂടെ ചാടി മറിഞ്ഞൊക്കെയാണ് വരുന്നത്. പക്ഷെ ഭയങ്കരമായിട്ട് വെള്ളം വന്ന് ശക്തി തട്ടുമ്പോൾ നമ്മളെല്ലാവരും കൈ കോർത്ത് പിടിച്ചിട്ടാണ് കടന്നു പോരുന്നത്. ഒരു അവധി പോലും ഞാൻ പറയില്ല, നമുക്ക് സ്കൂളിലെത്തണം അവധിയാണെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇന്നും കൂടെ ഞാൻ ആ കാര്യം പറയുമായിരുന്നു. സ്കൂളിൽ വരെ നടന്നു ചെന്ന് ഇത്രയും ഈ 6-7 കിലോമീറ്റർ നടന്ന് ചെന്നിട്ടാണ് അവിടെ ചെല്ലുമ്പോൾ സ്കൂൾ അവധി എന്ന് പറയുമ്പോൾ തിരിച്ചു വരും. ഇനിയിപ്പോൾ അഥവാ സ്കൂളിൽ മുന്നേ പോയ കുട്ടികൾ വഴിയിൽ ഏതെങ്കിലും ഭാഗത്ത് വെച്ച് അവരെ കാണുകയാണ്, അപ്പോൾ സ്കൂൾ അവധിയാണ് പൊക്കോ എന്ന് പറയുമ്പോൾ ഏതായാലും കുട്ടികൾ സ്കൂളിൽ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ.
വേറെ ഒരു മാർഗ്ഗവും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ തിരിച്ചു പോരും. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു സമയം. അപ്പം എത്രയോ അപകടങ്ങളിൽ നിന്ന് നമ്മളറിയാതെ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞാനൊക്കെ ഓർക്കുന്നത് ഇപ്പം. അന്ന് ചില സ്ഥലങ്ങളിലൊക്കെ മലപ്രദേശത്ത് എല്ലായിടത്തും ഇതുപോലെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ മഴ, തോരാ മഴയായിരിക്കും. ഇതിനേക്കാളും വലിയ മഴയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് അന്നൊക്കെ, എൻ്റെയൊക്കെ ചെറുപ്പകാലത്തെ. പക്ഷേ അന്ന് ഇത്രയും ഇങ്ങനെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇടയ്ക്കൊക്കെ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ, കാണാനും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വലിയ ഉരുളുപൊട്ടൽ, അത് അങ്ങനെ വലിയ ജനങ്ങളൊന്നും ഇല്ലാത്തടത്തായിരിക്കും മിക്കവാറും. പക്ഷെ ഇപ്പോഴും ഞാൻ ആ ജീവിച്ച സ്ഥലത്ത് തന്നെ, ഞാൻ പഠിച്ച സ്കൂളിൻ്റെ പരിസരമൊക്കെ തന്നെ അവിടെയൊക്കെ വെള്ളം കയറിയും, അതുപോലെ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ മുഴുവനും ഉരുളുപൊട്ടി ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുകയാണ് ഇന്ന് ആൾക്കാർ. നമ്മളൊക്കെ എന്താണ് ഇങ്ങനെ കാലങ്ങൾ കഴിയും തോറും ഇത് കൂടിക്കൂടി വരുന്നു. എന്നാൽ അന്ന് കഴിഞ്ഞു പോയ ജീവിതം, നമ്മളൊക്കെ വളർന്നു വന്ന ആ കാലം എങ്ങനെ കഴിഞ്ഞു പോയി, ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ എന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയാണ്. എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, ഈ പ്രളയം പോലെയുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാവരുതേ എന്ന് ഓർക്കുമായിരുന്നു. ആർക്കും ഒരു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊന്നും വരരുതേ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ദൈവത്തിൻ്റെ ഹിതം ആണ്, നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഭൂമിയിൽ ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം ഇന്ന് വേറൊരാൾക്കാണ്, നാളെ നമുക്കായിരിക്കും. അങ്ങനെ ഇതൊക്കെ കൂടിക്കലർന്നുള്ള ജീവിതമാണ്. ഇന്നിപ്പം പെട്ടെന്നുണ്ടായ ദുരിതങ്ങളൊന്നും അല്ല. ഇത് ഓരോ സമയങ്ങളിലും ഓരോ കാലയളവുകളിലും ഓരോന്നുണ്ടാകും. അതൊക്കെ നമുക്ക് ഈ ഭൂമിയിലെ ജീവിതത്തിൽ എല്ലാം നമുക്ക് അനുഭവിക്കേണ്ടതാണ്. നമ്മളതിനെ അതിജീവിക്കുക, അതിനോട് ചേർന്ന് പോവുക, അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. ഒന്നല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ ഈ നാട്ടിൽ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു നാളെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുക.